നമസ്കാരം ഡോക്ടർ. നമസ്കാരം. ഡോക്ടർ, ഒരു യുവതിയുടെ സംശയമാണ് ചോദിക്കാനുള്ളത്. അവർക്ക് വിവാഹം കഴിഞ്ഞിട്ട് 1 വർഷമായിട്ടുള്ളൂ. പക്ഷേ ഇതുവരെ അവർക്ക് ബന്ധപ്പെടാനായി സാധിച്ചിട്ടേയില്ല. അപ്പോൾ അവരൊരു ഡോക്ടറെ കണ്ടിരുന്നു, ഒരു ഗൈനക്കോളജിസ്റ്റിനെ കണ്ടിരുന്നു. സ്പെക്കുലം വെച്ചുള്ള എന്തോ ഒരു സർജറി എല്ലാം ചെയ്തതായി പറയുന്നുണ്ട്. പക്ഷേ അതിനുശേഷവും അവർക്ക് വിജയകരമായി ലൈംഗിക ബന്ധം പൂർത്തീകരിക്കാൻ സാധിക്കുന്നില്ല. ആ ഒരു ഘട്ടത്തിലാണ് നമ്മളുടെ ഈ അൺകൺസ്യൂമേറ്റഡ് മാരേജുമായി ബന്ധപ്പെട്ട ചില വീഡിയോസ് കാണുകയും അതിൽ ഇതിൻ്റെ ഒരു റെമഡിയെക്കുറിച്ച് സംസാരിക്കുന്നതിനെക്കുറിച്ച് അവർ മനസ്സിലാക്കുകയും ചെയ്തത്. അപ്പോൾ ഈ സർജറി കഴിഞ്ഞ ഘട്ടത്തിൽ ഇനി അവർക്ക് എന്താണ് ചെയ്യാനുള്ളതെന്നാണ് ചോദ്യം. ശരിക്കും പറഞ്ഞാൽ സ്പെക്കുലം ഇട്ടുള്ളതൊരു സർജറി അല്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്പെക്കുലം ഇട്ട് സാധാരണ ഒരു പെൽവിക് എക്സാമിനേഷൻ്റെ ഭാഗമാണ്. ഗൈനക്കോളജിസ്റ്റ് യൂഷ്വലി പരിശോധിക്കുന്ന സമയത്ത് സ്പെക്കുലം എന്ന് പറയുന്ന ചെറിയൊരു ഉപകരണമിട്ട് ഉള്ളിൽ നോക്കുകയാണ് ചെയ്യുന്നത്. ആ സമയത്ത് ഒരു പക്ഷേ കന്യാചർമ്മം വല്ലതും ഉണ്ടെങ്കിൽ മുറിഞ്ഞു പോയേക്കാം, അല്ലെങ്കിൽ അതിനെ ടിയറാക്കി കളഞ്ഞോ എന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൂടാ. ഇവിടെ ബന്ധം നടക്കാത്തതിൻ്റെ പ്രശ്നം എന്താണ്? വേദനയാണോ, ഭയമാണോ? ഇത്തരം ആ ഒരു മാനസികാവസ്ഥ എന്താണെന്നുള്ള അവിടെ കത്തിൽ റിഫ്ലക്റ്റ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രശ്നം. പലപ്പോഴും ബന്ധം നടക്കുന്നില്ല എന്ന് മാത്രം പറയുമ്പോൾ എന്തുകൊണ്ടാണെന്ന് നമുക്കറിയാൻ കഴിയില്ല. ബന്ധം നടക്കാത്തയില്ല, അൺകൺസ്യൂമേറ്റഡ് മാരേജ് എന്ന് പറയുമ്പോൾ ഒരു 50-40% പ്രശ്നങ്ങൾ പുരുഷൻ്റേതാവാം. ഒരു 35-40% കോസസ് പുരുഷൻ്റേതാവാം, 35-40% കോസസ് സ്ത്രീകളുടേതാവാം. ഇനിയൊരു മേ ബി ഒരു 20-30% കേസുകൾ രണ്ടുപേരുടേതാവാം. രണ്ടുപേർക്കും പ്രശ്നമുണ്ടെങ്കിലും സംഭവിക്കാം. അപ്പോൾ ഇത്തരം കേസുകളിൽ ഒരാളെ മാത്രം പരിശോധിച്ചിട്ട് കാര്യമില്ല, രണ്ടുപേരെയും നമ്മൾ പരിശോധിച്ച് നോക്കണം. പരിശോധിച്ച് നോക്കിയിട്ട് അവരുടെ പ്രശ്നം എന്താണ്, ഒരാൾക്ക് മാത്രമേ പ്രശ്നമുള്ളൂ, ഇനി 2 വ്യക്തികൾക്കും പ്രശ്നമുണ്ടോ, ഉണ്ടെങ്കിൽ അത് വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം ട്രീറ്റ് ചെയ്യാനായിട്ട്. ഇനി ഈ ഒരു കേസിൽ സ്പെക്കുലം കൊണ്ടുള്ള എക്സാമിനേഷനൊക്കെ നടത്തി, പക്ഷേ ആ പെൺകുട്ടിക്ക് ബന്ധപ്പെടുന്ന സമയത്ത് ശാരീരിക പ്രശ്നം ആവണമെന്നില്ല. മാനസികമായിട്ട് ഭയമുണ്ട് എങ്കിൽ, വേദനയുണ്ട് എങ്കിൽ, വേദനയുള്ള ആൾക്കാർ ബലം പിടുത്തം നടക്കും. ബലം പിടിച്ചു കഴിഞ്ഞാലും ബന്ധപ്പെടാൻ കഴിയില്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ കേവലം ഒരു ഫിസിക്കൽ എക്സാമിനേഷൻ മാത്രം പോരാ. ആ ഫിസിക്കൽ എക്സാമിനേഷൻ്റെ സമയത്ത് ആ സ്ത്രീ കാണിക്കുന്ന ചേഷ്ടകൾ, അവരുടെ മാനസികാവസ്ഥ, ഇതൊക്കെ നമ്മൾ നിരീക്ഷിച്ച് മനസ്സിലാക്കണം. മനസ്സിലാക്കി അതെന്താണെന്ന് കൃത്യമായി കണ്ടുപിടിച്ചതിന് ശേഷം അതിനുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇവർക്ക് അങ്ങനെ ഒരു ചികിത്സ എടുക്കാൻ ആഗ്രഹമുണ്ട്, കോപ്പറേറ്റ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ 100% ചികിത്സയിലൂടെ പരിഹരിക്കാൻ കഴിയുന്ന ഒരു പ്രശ്നമാണ്. 2 പേരും അതിന് തയ്യാറാവണം. ഒരാൾ മാത്രം തയ്യാറായാൽ പോരാ. അപ്പോൾ 2 പേരുടെയും ഒരു താല്പര്യവും അവരുടെ ഒരു ഉറച്ച തീരുമാനമുണ്ടെങ്കിൽ പരിഹരിക്കാൻ കഴിയുന്ന ഒരു വിഷയമാണ് ഈ പെൺകുട്ടിയുടേത് എന്നാണ് ഡോക്ടർ പറഞ്ഞു വയ്ക്കുന്നത്. ഇത്തരത്തിൽ ധാരാളം സംശയങ്ങൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാകും. അത് നമ്മുടെ സോഷ്യൽ മീഡിയ പേജിലൂടെയോ അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറുകളിലൂടെയോ എല്ലാം ചോദിക്കാവുന്നതാണ്. സോഷ്യൽ മീഡിയ പേജുകളുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്, അത് വിളിക്കാം, ചോദിക്കാം. ഇത്തരത്തിൽ വിശദമായ മറുപടികൾ നൽകുന്നതാണ്. മറ്റൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ കാണാം. നന്ദി, നമസ്കാരം.